അവിടെ എന്താ എല്ലാവരും ഓടുന്നുണ്ടല്ലോ? ഞാൻ നോക്കില്ല. ശ്രീദേവി, നീ അമ്മുവിനെ വിളിച്ചോ? ഇന്നലെ യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം ഉണ്ടാവും ആൾക്ക്. സമയം 11 മണിയായില്ലേ? അവളെ വിളിച്ച് ചായ കൊടുക്ക്. അവള് അടുക്കളയിൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആര്? അമ്മുവോ? അതെ. ഇന്നെന്താ വിശേഷം? നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇന്നേ എൻ്റെ പിറന്നാളാ. എൻ്റെ മോൾ അതോർത്ത് വെച്ച് പായസം ഉണ്ടാക്കുക. അച്ഛാ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇത് ഞാൻ ഉണ്ടാക്കിയ പായസ. പായസോ? അമ്മയല്ലേ പിറന്നാളേരി, അമ്മയ്ക്ക് അങ്ങോട്ട്. വേണ്ട, അച്ഛൻ തന്നെ ആദ്യം കുടിച്ചോട്ടെ. ഇതാ അച്ഛാ. ശരി. മോള് കുറച്ച് പായസം എടുത്തിട്ട് ഗിരീഷിൻ്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുക. ശരി അമ്മേ. മുമ്പൊക്കെ അമ്മ വന്നാൽ അടുക്കള ഭാഗത്തേക്കൊന്നും വരാതെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പം എന്താ ഒരു മാറ്റം? ആവോ. ഇതാര്? അമ്പുക്കുട്ടിയോ? എന്നാ മദ്രാശിന്ന് വന്നേ? ഇന്നലെ സന്ധ്യയായി. ഇന്നലെയും കൂടി അമ്മൂൻ്റെ അമ്മ പറഞ്ഞിട്ടേ ഉള്ളൂ അമ്മൂനെ കാണാത്ത എൻ്റെ വിഷമം. എന്താ ഓണത്തിന് വരാഞ്ഞേ? ലീവ് കിട്ടിയില്ല. ആ, ഇതെന്താ കയ്യില്? ഇത് കുറച്ച് പായസ. ഇന്ന് അമ്മയുടെ പിറന്നാളാ. ഓ, അത് ശരി. എന്നാ വാ ഇരിക്ക്. ഗിരീഷേട്ടൻ എവിടെയാ? ജോലിക്ക് പോയോ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച അവൻ പണിക്ക് പോകില്ല. പെണ്ണ് കാണാൻ പോയതാ ചെറുവണ്ണൂര്. ഓ, അത് ശരി. എൻ്റെ കുഞ്ഞുമോളെ എത്ര കാലമായി പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ഇതെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. ആ, മോൻ വരുന്നുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് പായസം കൊടുക്കട്ടെ. ആരിത്? അമ്മോ, എത്ര നാളായിടോ ഇനി നാട്ടിലൊക്കെ വന്നിട്ട്. ഞാള് വിചാരിച്ച് ഇനി ചെന്നൈ തന്നെ സെറ്റിലായിന്നാ. ഇഞ്ഞാടെ ഇരിക്കേ. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം? നിന്റെ എഞ്ചിനീയറിംഗ് പണിയൊക്കെ എങ്ങനെ പോകുന്നത്? ഓ, കുഴപ്പമില്ല. ദാ പായസ, പിറന്നാളാന്നോലും. ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ അല്ല, അമ്മയുടെ പിറന്നാളാ. അത് ശരി, അമ്മയുടെ പിറന്നാളാ? എന്നാ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. പായസം ഞാൻ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? കുറച്ച് ഉപ്പ് കുറവുണ്ടോന്നൊരു സംശയം. ഞാൻ വെറുതെ പറഞ്ഞോളൂ, നന്നായിട്ട്. അല്ല, ഗിരീഷേട്ടൻ്റെ ഇന്നത്തെ പെണ്ണ് കാണൽ എന്തായി? ആ, അമ്മയൊക്കെ പറഞ്ഞല്ലേ. മടുത്തപ്പാ. 4-5 കൊല്ലം ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. പിന്നെ അമ്മയുടെ സൂര്യക്കൂട് കൊണ്ട് പോകുന്നതാ. അതെന്താ ഒന്നും ശരിയാവാത്ത? ഗിരീഷേട്ടന് എന്നെപ്പോലെ ചൊവ്വാദോഷം ഉണ്ടോ? ചൊവ്വാദോഷോ? അതൊക്കെ വെറും അന്ധവിശ്വാസമല്ലോ. ഇതാണെന്നല്ല, ഞാൻ ഈ നാടൻ പണിക്കൊക്കെ അല്ലേ പോകുന്നത്. ടൈൽസിൻ്റെ പണിയെന്ന് കേൾക്കുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ മുഖമാണ്. പിന്നെ എനിക്ക് വയസ്സ് 35ആയി. അതും കൂടി കേൾക്കുമ്പോൾ അവരൊക്കെ പാഞ്ഞ് കഴിച്ചില്ലാവും. പിന്നെ ചില ബ്രോക്കർമാരുണ്ട്. ഓല് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും പറയാൻ പാടില്ല, ഗൾഫിലാ ജോലി, ഇപ്പം ലീവിൽ വന്നാന്ന്, പിന്നെ വയസ്സ് 30 ആയിട്ടുള്ളൂ. എന്നിട്ടോ? അമ്മക്കതൊന്നും ശരിയാവില്ലാന്ന്. സത്യം അറിഞ്ഞിട്ട് കെട്ടുന്നുണ്ടേ മതി. അല്ലാണ്ട് തുടക്കത്തിലേ കള്ളത്തരം പറഞ്ഞു തുടങ്ങിയാൽ ഇത് ഏടിയ ചെന്ന് അവസാനിക്കാൻ. കല്യാണം എന്നൊക്കെ പറയുന്നതേ എത്ര കാലം കൊണ്ടുള്ള ബന്ധ. നടന്നില്ലേ വേണ്ട, അത്ര തന്നെ. നോക്കാം. എന്നാ ഞാൻ പോട്ടെ. അല്ല, എത്ര ദിവസം ലീവ് ഉണ്ട്? 2 ദിവസം. ഇറങ്ങട്ടെ. ശരി.
ആ അമ്പലത്തിൽ പോയി വരായിരിക്കും അല്ലേ? ആ അതെ. ആ ഗിരീഷേട്ടൻ മടിക്കുവോ അല്ലേ? ആ എന്നേടിയ പണി? കൂവേരിയാ? ആ അല്ല ഗിരീഷേട്ടാ, നിങ്ങൾ എന്ത് ഡോസാന്നാ ചെക്കന്മാർക്ക് കൊടുത്തേ? പിന്നെ വല്ല പൊടി പോലും കണ്ടിക്കില്ലാലോ. അതൊന്നുമില്ല. എന്നാ ശരി പോട്ടെ, എന്നാ വരട്ടെ. എന്താ കാര്യം? ഒന്നും പറയണ്ട എൻ്റെ അമ്മച്ചിയെ. എന്നും വൈകുന്നേരം കോളേജിൽ നിന്ന് വരുമ്പോൾ ആ തോട്ടിനടുത്തുണ്ടാവും 3-4 ചെക്കന്മാർ. കമൻ്റടിയും ചൂളം വിളിയൊക്കെ ആയിട്ട് ഭയങ്കര ശല്യമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഗിരീഷേട്ടൻ പണിയും കഴിഞ്ഞ് ഇതും കണ്ടുകൊണ്ടായില്ല വന്ന് എന്നോട് പോവാൻ പറഞ്ഞ്. എന്തോ വരട്ടിയുണ്ട്. പിന്നെ ഒരാ വൈക്ക് കണ്ടിക്കില്ല. Yes, you are right. Who are you to question me? Huh? I have many girlfriends. You are one of them. Just one of them. You bitch. അമ്മു കിടന്നില്ലേ നീ? ആ അമ്മേ, ഉറങ്ങാൻ പോവാ. കല്യാണം എന്നൊക്കെ പറയുന്നതേ എത്ര കാലം കൊണ്ടുണ്ട് ബന്ധ. സത്യം അറിഞ്ഞിട്ട് കെട്ടുന്നതിൻ്റെ മതി. അല്ലാണ്ട് തുടക്കത്തിലെ കള്ളത്തരം പറഞ്ഞു തുടങ്ങിയാൽ ഇത് ഏടിയ ചെന്ന ഗിരീഷേട്ടാ, ആ പണിക്ക് പോയി വരികയാണോ? ആ അതെ അമ്മു. ഒരു മാങ്ങ കിട്ടോ? ഒരു കറി ഉണ്ടാക്കാനാ. ഓ, നിന്റെ പരീക്ഷ നിർത്തിയിട്ടില്ലല്ലേ? ആ ഇതാത്തേക്ക് വെച്ചേക്ക്. അല്ല, നമ്മളെ മൂവാണ്ടൻ മാവിൽ മാങ്ങ ഉണ്ടാവോ? അമ്മൂന് പറിച്ചു കൊടുക്കണം. നിങ്ങൾ പോയി നോക്ക്, കുട്ടികൾ എറിയുന്ന കാണലുണ്ട്. ബാക്കി ഉണ്ടാവുമെന്ന് ആർക്കറിയാം? എന്നാ വാ പോയി നോക്കാം. അത് കണ്ടോ, അതാണ് ആ മൂവാണ്ടൻ മാവ്. ആടെ നമുക്കുണ്ടോ നോക്കാം. ഗിരിചേട്ടൻ ഇന്ന് എവിടെയാ പണി? അത് നിനക്ക് ഓർമ്മയില്ലേ, നമ്മളെ കൂവേരി രമേശ് എൻ്റെ കൂടെ ചെറിയ ക്ലാസ്സിലേതോ പഠിച്ചിട്ടുണ്ടോ? ഓൻ്റെ വീട് പുതുക്കി പണിയാ. അതിൻ്റെ ടൈൽസിൻ്റെ വർക്ക് ഞാനാ. ആ രമേശൻ, ആ ഓർമ്മയുണ്ട്. ആ ഓൻ്റെ കല്യാണം അടുത്ത മാസം. അത് ശരി. ഓരോ കൂടുതലും കല്യാണം ഒന്നിച്ചാ. ഓ, ഇപ്പം ഏകദേശം കഴിയാനായി. രമേശൻ എന്താ പണി? ഓൻ ബസ് ഡ്രൈവറോടോ. ഓ അത് ശരി. അപ്പോൾ ബസ് ഡ്രൈവർക്കൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ട്. ഓൻ പ്രേമിച്ച് കിട്ടുന്നാടോ. അതെന്താ, ഗിരീഷേട്ടന് പ്രേമിച്ചൂടെ? ആ നല്ല സുഖം. ഇപ്പോൾ ഉള്ള പ്രേമൊക്കെ ഈ ഫോണിലൂടെയല്ല നടക്കുന്നത്. നാടൻ പ്രേമൊന്നും ഇല്ലടോ. ആ പക്ഷേ ഒരു കൈ നോക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു ഫോൺ വാങ്ങി. ഞാൻ നമ്മളെ രമേശിനോട് അഭിപ്രായം ചോദിച്ചു. ഓൻ പറയാം, നിങ്ങൾക്ക് ലവറാവണം അതോ ബോയ് ഫ്രണ്ട് ആവണം. പിന്നെ ഇതിൻ്റെ നടുവിലൊരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്താ ബെസ്റ്റിയാണ് അല്ലേ? ഇതൊക്കെ ആവണമെന്നാ ഓൻ്റെ ചോദ്യം. എന്നിട്ട് ഗിരീഷേട്ടൻ എന്ന് പറഞ്ഞു? ഞാനെന്ത് പറയാനാ മോളെ. ഓൻ പറയാ ചിലപ്പോൾ ബ്രേക്കപ്പ് ആവും പോലും, അല്ലെങ്കിൽ ഓൾ തേച്ചിട്ടങ്ങ് പോകും പോലും. അന്നേരം ഞാൻ വിഷമിക്കരുതെന്ന് അവൻ പറയുന്നത്.
ഇതെല്ലാം കൂടി കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മോളെ, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. ആ നാടൻ പ്രേമൊന്നും ഇപ്പം ഇല്ലല്ലോ, അതുണ്ട് നമുക്കൊരു കൈ നോക്കിക്കളയാം. ആ ഗിരീഷേട്ടനറിയോ, ഏറ്റവും കൂടുതൽ ചതി നടക്കുന്നത് ഫോണിൽ കൂടി നടക്കുന്ന പ്രേമത്തിലാണ്. ആ ഈ മാവിലുണ്ടെങ്കിലേ ഉള്ളൂ. എന്താ വെച്ചാലേ ഇപ്പം സീസൺ കഴിഞ്ഞില്ലേ. ആ ഇങ്ങോട്ട് വാ, കണ്ട ഒരു മാങ്ങ അടയുണ്ട്, ആരെ കണ്ണിലും പെടാണ്ട് ഒറ്റയ്ക്ക്. അമ്മൂന് ഭാഗ്യമുണ്ട് എന്തായാലും, ഇപ്പോൾ വന്നുകൊണ്ട് അത് കിട്ടി, ഇല്ലേലും അതും പോയാൽ. ശരി, ഞാനൊരു കൊക്ക കിട്ടും നോക്കട്ടെ. ദാ ആ നിൽക്ക് ചോനയുണ്ടേ, കൈ പൊള്ളും. ഞാനൊരു കവറിലിട്ടുതരാം. വാ നടക്ക്. ഗിരീഷേട്ടാ, ആ വാ സൂക്ഷിച്ച്. ആ കവറിട്ടി. ഗിരീഷേട്ടാ, ഇന്നലത്തെ പെണ്ണ് കാണൽ എന്തായി? ആ അവരടുത്താഴ്ച വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ശരിയാവും. ഞാൻ നാളത്തെ ചെന്നൈ മെയിലിൽ തിരിച്ചു പോവുക. ഇനി എപ്പോഴാണോ നാട്ടിലേക്കൊക്കെ? ഗിരീഷേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോ? ഗിരീഷേട്ടന് എന്നെ കല്യാണം കഴിച്ചൂടെ? അമ്മ നീ എന്താ ഇത്? എന്താ നീ പറയുന്നത്? തമാശ കാണിക്കുക? തമാശയാണെന്ന് തോന്നുന്നുണ്ടോ ഗിരീഷേട്ടാ? എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. അമ്മു നീ എന്താ ഈ പറയുന്നത്? ഞാനൊരു ടൈലിൻ്റെ പണിക്കാരനാ, നീയോ? പിന്നെ എൻ്റെ വയസ്സ്, ജാതി, അമ്മുൻ്റെ അച്ഛനും അമ്മയും, ഇന്ന് നാട്ടുകാർ, അങ്ങനെ എന്തൊക്കെ. എനിക്ക് ഗിരീഷേട്ടന് ഒരുപാട് ഇഷ്ടം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ജീവിത അവസാനം വരെ ഗിരീഷേട്ടൻ എന്നെ ചതിക്കൂലാന്ന്. ആ ഒരു വിശ്വാസം ഗിരീഷേട്ട ഏറ്റവും വേണ്ടത് ഒരു പെണ്ണിന്. പക്ഷേ ഞാൻ ഗിരീഷേട്ട ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ചൊവ്വാദോഷക്കാരിയായ ഈ പെണ്ണിനെ ഇഷ്ടമാണോ എന്ന്. നാളെ രാവിലെ ഞാൻ ചെന്നൈ മെയിലിൽ പോവുക. ഗിരീഷേട്ട അങ്ങോട്ട് വരണം, എന്നെ ഇഷ്ടമാണെങ്കിൽ. അത് പിന്നെ അമ്മു ഞാൻ മാങ്ങ കിട്ടിയോ മോളെ? ആ കിട്ടി. ആർക്കും കിട്ടാതെ ഒന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി വെച്ചതുപോലെ. ഞാൻ നാളെ തിരിച്ചു പോകും. എപ്പോഴാണ് ഇനി മോള് വരിക? ഗിരീഷിൻ്റെ കല്യാണം ശരിയായ വിളിക്കോ. എന്തായാലും മോള് വരണേ. വരണം തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ പോട്ടെ. പോവുക. അവിടെ എന്താ എല്ലാവരും ഓടുന്നുണ്ടല്ലോ? ഇതൊന്നും പിടിക്കാൻ ഞാൻ നോക്കില്ല. എന്താ പറ്റിയേ? അവിടെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു, സ്കൂട്ടറും കാറും തമ്മിൽ. സ്കൂട്ടറും മരിച്ച്. ഹലോ, ഞാൻ അമ്മുവാ. ഗിരീഷേട്ടല്ലേ? ഇല്ല, ഓൻ കുറച്ച് നേരത്തെ വണ്ടി കൊടുത്ത് പുറത്ത് പോയിന്. ഫോണ് കുത്തിവെച്ചെടുത്ത് നിന്നിട്ട് എടുത്തിട്ടുമില്ല. ഞാൻ വിചാരിച്ച വണ്ടി പോയിന്ന്. വരുന്ന വഴിക്ക് സ്റ്റേഷൻ റോഡിൽ ഒരു ആക്സിഡൻറ്റ്, കംപ്ലീറ്റ് ബ്ലോക്കാ. ഞാൻ എൻ്റെ വണ്ടി ഒരു പീടിയ കയറ്റി ഓടി വന്നതാ. എന്താ അമ്മ? കണ്ണ